ഹലോ ഗായ്സ്, എല്ലാവർക്കും ലിയാലിബിൻ ഫാമിലി വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് അനിയത്തിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മൾ ബിരിയാണി കേട്ടോ വെച്ചത്. അപ്പോൾ ഞാൻ മുന്നേത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിരിയാണിയാണ് ഉണ്ടാക്കിയത് ബർത്ത്ഡേക്ക്. അതേപോലെ തന്നെ അതിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ ഇടാമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്ന് വെച്ചാൽ എല്ലാം കട്ട് ചെയ്ത് അവിടെ വെക്കാം, എന്നാൽ പെട്ടെന്ന് പണി കഴിയുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്ത് ഉള്ളി ഓൾറെഡി അമ്മ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഉള്ളി കട്ട് ചെയ്യാൻ കുറച്ച് വിഷമമാണ്, കാരണം കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നതുകൊണ്ട് ഉള്ളി ഞാൻ അങ്ങനെ കട്ട് ചെയ്യൽ പൊതുവേ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്ത് തക്കാളിയും അതേപോലെ തന്നെ മല്ലിയിലൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച്. അതേപോലെ തന്നെ ഗ്രാമ്പൂ, പട്ട, ഏലക്കായ അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ എന്ത് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്കറിലാട്ടോ ബിരിയാണി വെക്കുന്നത്. അപ്പോൾ എത്രത്തോളം വിജയകരമാകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ കുക്കറിൽ ഞാൻ അങ്ങനെ വെക്കലില്ല ബിരിയാണി. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ ആയിരിക്കും, ലാസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുക്ക് ചെയ്യുന്ന വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി അമ്മ എന്ത് ചെയ്യുന്നുണ്ട്, ചതച്ച് തരുന്നുണ്ട്. കുറേ അമ്മയ്ക്ക് ഞാൻ ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഗ്രാമ്പൂവും പട്ട അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. കുറേ സാധനങ്ങളുണ്ട്, ഗ്രാമ്പൂണ്ട്, പട്ടയുണ്ട്, മറ്റേ ഏലക്കയുണ്ട്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളെല്ലാം, ജാതി പത്രി അങ്ങനത്തെ എന്തെല്ലാം സാധനമുണ്ട്, അതൊക്കെ ഇതിലുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. നമ്മളിതൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഇനി ഫസ്റ്റ് എന്താ വെച്ചാൽ എണ്ണ എവിടെ അധികം നെയ്യ് ഒഴിക്കുന്നില്ല. കാരണം വെച്ചാൽ നെയ്യ് അധികം ഒഴിച്ചാൽ ചൊവയായിരിക്കും. അധികം നെയ്യ് ഇവിടെ ആർക്കും അത്ര ഇഷ്ടമല്ല. അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നമ്മളതങ്ങനെ കയ്യോടെ മൂടി അവിടെ വെക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്കർ ബിരിയാണി ആയിട്ടോ വെക്കുന്നത്. ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ലേ, കാരണം എനിക്ക് അറിയില്ല ഇങ്ങനെയൊക്കെയാണ് കറക്റ്റൊന്നും അറിഞ്ഞൂടാ. പിന്നെ എൻ്റെ ഒരു രീതിക്ക് ഞാൻ വെക്കും. ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം തന്നെ ഈ ഗ്രാമ്പൂവും പട്ടയല്ലോ ഇതിലൊന്ന് എടുത്ത് വഴറ്റും. ഓക്കെ, കുറച്ച് നന്നായിട്ട് ഇങ്ങനെ വന്ന് ഇതിലേക്ക് ഫസ്റ്റ് വെള്ളം ഒഴിച്ചാൽ വെളിച്ചെണ്ണയല്ലേ, ഇപ്പോൾ വെള്ളം ഒഴിച്ചാൽ എന്ത് ചെയ്യും, പൊട്ടിത്തരും. നമ്മളെന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ തിളച്ചിട്ടിടണം. തിളച്ചിട്ടിടണമ്മ കുഴപ്പമില്ല, വീഡിയോ കുഴപ്പമില്ല. തിളച്ചിട്ടിടണ ബിരിയാണി കുക്കറിൽ വെള്ളം തിളക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, എന്നാൽ ഞാൻ ആദ്യം വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു മഗ്ഗിൽ ബിരിയാണിൻ്റെ അരി എടുത്ത്, അപ്പോൾ അതിൻ്റെ ഇരട്ടി വെള്ളം കേട്ടോ നമ്മളെടുത്തത്. അപ്പോൾ ജസ്റ്റ് ആവും തിളക്കട്ടെ, തിളച്ച് വന്നിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കണം. അത്യാവശ്യം ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒന്നും കൈക്കണക്കറിയില്ല, സോറി കണക്കറിയില്ല. അപ്പോൾ എൻ്റെ കൈക്കണക്കനുസരിച്ച് ഞാൻ എന്ത് ജസ്റ്റ് ഇങ്ങനെ നോക്കി ഉണ്ട്, പക്ഷെ കുറച്ചുകൂടി വേണമെന്നൊക്കെ ഡൗട്ട്. ഞാൻ കുറച്ച് ഗരം മസാലയുടെ പൊടി ഇടുന്നുണ്ട്. അതായത് ഈ നമ്മൾ ബിരിയാണി കൂട്ടിലേക്ക് ഇടുന്ന ഈ ഗ്രാമ്പും പട്ടയൊക്കെ ഉണ്ടാവില്ല, അതിൻ്റെ ഒക്കെ ഒരു പൊടിച്ചൊരു മസാല കേട്ടോ. അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ സാധാരണ കുക്കറിൽ എനിക്ക് തോന്നുന്നത് തിളക്കൊന്നും വേണ്ട, ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കലുണ്ട്. പക്ഷെ ഇത് ഞാൻ എന്താ വെച്ചാൽ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ കുക്കറിലൊക്കെ ഞാൻ ആദ്യമായിട്ട് വെക്കുന്നത്. ഞാൻ എന്തെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഇടാന്ന് വിചാരിച്ച് ഒരു മണി പോലും നമ്മൾ എന്ത് ചെയ്തത് വേസ്റ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് മൂടി വെക്കാം. ഇത് നന്നായിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ തിളച്ച് വരുന്ന സമയത്താണ് ഞാൻ കുക്കറിനെ മൂടിയിട്ട് കൊടുക്കുന്നത് കേട്ടോ. തിളച്ച് വന്ന എണ്ണയിലപ്പോൾ കുറച്ചുണ്ടാ ഒരു കുതുകുതാന്നൊക്കെ പറയും, എന്താ കറക്റ്റ് പറയാൻ എനിക്കറിയില്ല. ഞാൻ ഇവിടെ കുതുകുതാ തിളക്കുമോ എന്നൊക്കെ പറയും. അതുപോലെ തിളച്ച് കഴിഞ്ഞാൽ അതിലെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ മൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ചൊരു ഇത് എന്താ സിമ്മാക്കി കൊടുക്കുക. ഇതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വഴറ്റി കൊടുക്കുക. പച്ചമണമൊക്കെ മാറി ഒരു ചെറിയൊരു കളറായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യുക, വലിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ഇപ്പോഴത്തെ കുക്കറിൽ റൈസ് ആയിക്കൊണ്ടിരിക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നോട് പറയാൻ മറന്നുപോയി, പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ, പക്ഷെങ്കിൽ എന്താക്കിയില്ല, ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിനെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ജസ്റ്റ് നന്നായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് വഴണ്ടി വരുന്നവരെ ഇങ്ങനെ ഇതാക്കി കൊടുക്കുക. അപ്പോൾ എന്ത് വെച്ചാൽ നല്ലോണം ഉള്ളി വാട്ടി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഉള്ളി വാടി വരുന്ന സമയത്ത് എന്ത് വെച്ചാൽ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. അപ്പോൾ തക്കാളി ഉള്ളി നന്നായിട്ട് വാട്ടണം കേട്ടോ, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് കിട്ടില്ല. കാരണം ഈ ഉള്ളി ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുക, അത് വാട്ടി കൊടുക്കുക. അപ്പോൾ അമ്മ ചിക്കൻ എന്ത് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് മസാലയൊക്കെ പുരട്ടിയിട്ട് റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിവിടെ കിടക്കട്ടെ. അപ്പോൾ ഈ തക്കാളി ഒന്ന് വഴണ്ടി വരുന്നവരെ വെക്കുക. അപ്പോൾ ഈ ഉള്ളിയും തക്കാളിയിലേക്ക് എന്ത് ചെയ്യുക വെച്ചാൽ മസാലകളെല്ലാം ചേർത്ത് കൊടുക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, അതേപോലെ മല്ലിപ്പൊടി, ഇതൊക്കെ ഞാൻ അതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരുമിച്ച് തന്നെ കേട്ടോ എല്ലാം ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നന്നായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഇളക്കുക. അപ്പോൾ അതിൻ്റെ മസാലകളെല്ലാം ഒരുമിച്ച് ആകുന്നവരെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് എന്ത് ചെയ്യുക വെച്ചാൽ ചിക്കനും കൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ ചിക്കൻ ഓൾറെഡി ഞാൻ ഇട്ട് പോയിട്ടുണ്ടായിരുന്നു അതിൽ. അപ്പോൾ ഇടുന്ന വീഡിയോ എന്നോട് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ചിക്കൻ ഇട്ടിട്ട് എന്ത് ചെയ്യുക, ഒന്നും കൂടി നന്നായിട്ട് ഇളക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യുക വെച്ചാൽ ഒരു തുള്ളി വെള്ളവും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടിയിൽ പിടിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു തുള്ളി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അത് റെഡിയായി കിട്ടും. കുറച്ചേ ഒഴിക്കാം, കാരണം ഓൾറെഡി ചിക്കൻ വെന്ത് കിട്ടുമ്പോൾ അതെന്താവുമെന്ന് വെച്ചാൽ അതിൻ്റെ ഈ നെയ്യും കാര്യങ്ങളൊക്കെ അടിയിലേക്ക് ഇറങ്ങും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. അങ്ങനെ അതൊക്കെ സെറ്റായി നമ്മൾ എന്ത് ചെയ്ത് ദമ്മൊക്കെ ഇട്ട് ഈ സെറ്റാക്കി വെച്ച് അടിയിൽ നമ്മൾ ചിക്കനും കാര്യങ്ങളൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മല്ലിയിലയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് ചോറൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ.